ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. സോ ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വ്ളോഗിൽ ഞാൻ ഇൻട്രൊഡക്ഷൻ മാത്രമേ തരുന്നുള്ളൂ. ബാക്കി ഫുൾ ഈ മനുഷ്യൻ്റെ ലീലാവിലാസങ്ങളാണ്. വിത്ത് ഹിസ് ഫ്രണ്ട്, പുള്ളിയുടെയും കൂടെ ബർത്ത്ഡേ ആയിരുന്നു. സോ അവർ രണ്ടുപേരും കൂടി സ്കൈ ഡൈവിങ് ചെയ്യാൻ പോയി. സോ എന്നെ കൊണ്ടുപോയില്ല, കാരണം എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെന്നില്ല. ഞാൻ മാക്സിമം പുഷ് ചെയ്ത്, പക്ഷേ നീ വരാനുള്ളായിരുന്നു സത്യത്തിൽ. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഗൈസ്, കാരണം എനിക്ക് എന്റെ ജീവനിൽ കൊതിയുണ്ട്. എനിക്കുണ്ട്, ഭയമൊക്കെ ഉണ്ട്, എങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം ആഗ്രഹം. ഭയം വേണ്ട, ജാഗ്രത മതി ആക്ച്വലി. അതുകൊണ്ട് ഞാൻ തന്നെ എന്നെ വരുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം എനിക്ക് അഡ്വഞ്ചേഴ്സ് ഇഷ്ടമല്ല. കല്യാണത്തിന് മുമ്പേ ഞാൻ എൻ്റെ ചോദിച്ചിട്ടുണ്ട് അഡ്വഞ്ചേഴ്സ് ഇഷ്ടമാണ്. ഞാൻ അന്നേ സത്യസന്ധമായിട്ട് പറഞ്ഞു എനിക്ക് അഡ്വഞ്ചേഴ്സ് ഇഷ്ടമല്ല. സോ ഞാൻ പോയില്ല. സോ ഇവർ രണ്ടുപേരുടെ പേഴ്സ്പെക്റ്റീവിലുള്ള വ്ളോഗാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ. ഫ്രൈഡേ നേരത്തെ വർക്ക് തീർത്തു. എന്നിട്ട് നേരെ ഷാരൂഖ് എന്നെ പിക്ക് ചെയ്യാൻ വന്നായിരുന്നു. പുള്ളിക്കാരനെ ഞാനും കൂടെ നേരെ ബാരൺ ബേക്ക് വിട്ടു. അവിടെ ഒരു സ്കൈ ഡൈവിങ് സെൻറ്റർ ഉണ്ട്. ഇപ്പം നല്ല രീതിയിൽ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സെൻറ്ററാണ്. അങ്ങനെ അതിന് തൊട്ടടുത്തായിട്ട് ഞങ്ങളൊരു വീട് നോക്കി വെച്ച് Airbnb എടുത്തായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അതൊരു പഞ്ചാബി കടയായിരുന്നു. അവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ത്യക്കാരായിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും പുറത്തുനിന്നുള്ള ആൾക്കാരായിരുന്നു. എല്ലാവരും നമ്മളെ സ്ട്രെയിഞ്ച് ആയിട്ടാണ് നോക്കിയത്. ചില്ലി നാനും ഗാർലിക് നാനും കുറച്ച് ബീഫും അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തു. ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ വീട്ടിലോട്ട് പോയി. പക്ഷെ രാത്രിയുണ്ട്, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഞാനിത് കാണുന്നത്. നല്ല അടിപൊളി ഒരു ഗാർഡൻ ഉണ്ട്. നല്ലൊരു പ്രായമായ സ്ത്രീയും പുള്ളിക്കാരുടെ ഹസ്ബൻഡും കൂടെയാണ് അത് നമുക്ക് റെൻറ്റിന് തന്നിരിക്കുന്നത്. അപ്പം വലിയ വീടൊന്നുമല്ല, പക്ഷേ അവിടെ ഗാർഡൻ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇതിപ്പം ഞാൻ നേരിട്ട് കണ്ട ഒരു ഭംഗി വീഡിയോയിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നല്ലൊരു ഫീലായിരുന്നു. സ്ട്രെസ്ഫുൾ എൻവയോൺമെൻറ്റിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കുള്ളൊരു ചേഞ്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അവിടെ ഒരു കുഞ്ഞു ബുക്കുണ്ടായിരുന്നു. അത് തുറന്നു നോക്കിയപ്പോഴാണ് ഒരുപാട് പേര് അവരുടെ നല്ല നല്ല എക്സ്പീരിയൻസ് ആൻഡ് മെമ്മറീസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒട്ടും ടൈം കളയാതെ ഞങ്ങൾ റെഡിയായി നേരെ 9 മണിക്ക് തന്നെ എയർഫീൽഡിലെത്തി. 9:30 ഞങ്ങൾക്ക് പറഞ്ഞ ടൈം. അവിടെ ചെന്നപ്പോൾ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്നത് കണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി 2 പേഴ്സണൽ ഇൻസ്ട്രക്ടേഴ്സ് ഞങ്ങളുടെ അടുത്ത് വന്നു. എന്നിട്ട് ഞങ്ങൾക്ക് കിറ്റും കാര്യങ്ങളും എല്ലാം ഇട്ട് തന്നായിരുന്നു. പിന്നെ അവരെ ഞങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സും കാര്യങ്ങളും തന്നു. ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ചാടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ നെർവസ് ആയത് മനസ്സിലാക്കി അവർ ഒരുപാട് നേരം ഞങ്ങളുടെ അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചായിരുന്നു. ആദ്യം ഞങ്ങൾ റിസ്ക്യാം വീഡിയോ മാത്രമായിരുന്നു സെലക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് അവർ പറഞ്ഞത് പ്രീമിയം പാക്കേജ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു $350 കൂടെ കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരു സ്പെഷ്യൽ ക്യാമറമാൻ കൂടെ ചാടാമെന്ന് agree ചെയ്തു. Good morning, legends. How you going? Good. How are you? Good. What are you up to today? Going for a skydive. Skydiving. Exciting, man. It's your first time? First time. Amazing. Where are you guys from? Originally from India, and we are coming from Brisbane City. Oh, cool. Yeah. Sweet. Today's my birthday also. Yes. Oh, happy birthday. Yeah. And have a good one. You too, brother. Thank you. Yeah. Let's do it.
This is amazing, bro. Yes, everyone excited. That's alright. Oh, fuck. No! Yes! I love it, bro. Yeah, bro. Thank you so much, man. Oh my. You. Smile. Yes! Oh, I did it. Welcome back to Earth. How was it? It was really nice, brother. Everyone has to try this. It's lifetime. Everyone had to experience this. Yeah. Thank you so much for jumping with us. Thanks to Richard. Have a good one. ദെൻ ഞങ്ങൾ വീട്ടിൽ പോയി എല്ലാം പാക്ക് ചെയ്തു. പോകുന്ന വഴിയിൽ ബാരൺ ബീച്ചിലൊന്ന് കയറിയായിരുന്നു. ജമ്പ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും അവരുടെ ലൈഫിൽ ഒരു വട്ടം വന്ന ആ ഒരു ഫിയർ ബ്രേക്ക് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആ ഒരു ഫ്രീ ഫോൾ വരുന്ന കുറച്ച് സെക്കൻഡ്സ് ലൈഫിൽ ഒരിക്കലും മറക്കത്തില്ല. ജമ്പ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നേരം അത് റിയൽ ആണോ അല്ലേ എന്ന് ഞങ്ങൾ തന്നെ ഡൗട്ട് അടിച്ചു. ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.